വായ്പിങ്കരയിലെ പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പിലെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനമുണ്ട്. ഇത് കണ്ട, എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. ഞാൻ കുറേ നാളായി ഇതെന്താണ് ഇത് കഥയെന്നൊന്ന് അറിയാൻ വേണ്ടി വന്ന. അപ്പോൾ ആ കഥ നിങ്ങളെയും കൂടി അറിയാൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ട എല്ലാം ഫ്രഷ്നെസ് കണ്ട. ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്ക് ഈ കടയിലോട്ടൊന്ന് കയറാം കേട്ടാ. പെരുമാൾപ്പടിയില്ല, ഈ കടയിലേക്ക് നമ്മൾ കയറിയാണ്. കണ്ട, ഇത് കണ്ട, ഈ ഐറ്റംസൊക്കെ കണ്ട. ഈ കടയുടെ ഉള്ളിലാണ് ഞാൻ കാണിക്കുന്നത്. ചേട്ടാ, ഇത് ശരിക്കും എന്ത് കടയാണ്? എനിക്കറിയാൻ പാലാണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി. ഇതൊരു ഗവൺമെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. പ്രീമിയം പ്രൊഡക്ട്സുകളും ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമ്മൾ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ഗ്രോസറി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സുകൾ, പല രാജ്യത്തു നിന്നുള്ള എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് ഷോപ്പിലുണ്ട്. ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ ക്വാളിറ്റിയാണ് അല്ലേ? വീട്ടിലോട്ടുള്ള പയറുപരിപ്പ് കടകൾ തുടങ്ങി എല്ലാ സാധനങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ സ്പൈസസ്, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നോൺ മാനുഫാക്ചറിങ് ആണ്. നമ്മുടെ സ്വന്തം മില്ലില് നമ്മള് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്തെടുക്കുന്ന ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? നാഴി. ഇത് എത്ര നാളായി ചേട്ടൻ തുടങ്ങിയിട്ട്? ഒരു വർഷത്തിനുള്ളിൽ. നമ്മുടെ വൈപ്പിൻകരയിൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. വൈപ്പിൻകരയിൽ കുറേ ജീവിതങ്ങളുണ്ട്. അപ്പോൾ വൈപ്പിൻകരയിൽ പെടുന്ന സ്ഥാപനങ്ങളും ജീവിതങ്ങളും നമ്മുടെ വൈപ്പിൻകര ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ട, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കഴിക്കണമെങ്കിൽ, നമ്മൾ രോഗമില്ലാണ്ട് ജീവിക്കണമെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങൾ കയ്യിൽ കാശുണ്ടെങ്കിൽ മേടിച്ചങ്ങോട്ട് കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. ഇത് കണ്ട, പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പ്, വൈപ്പിൻ മനപ്പം പാതയിൽ പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് പക്കിന് തന്നെ സ്റ്റേറ്റ് ഹൈവേ സൈഡ് പടിഞ്ഞാറ് സൈഡിലാണ് ഈ ഷോപ്പ്. ഇത് നടത്തണ ആളുടെ പേരെന്താണ് ചേട്ടാ? ബിനീഷിന്റെ സ്വന്തം കടയല്ലേ? വെളിച്ചെണ്ണകൾ, നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണകൾ, നല്ലെണ്ണ, തവിടെണ്ണ, നറുനെയ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്വാളിറ്റിയാണ് അല്ലേ? അതുപോലെ തന്നെ പുട്ടുപൊടികളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കൊരു 12 വെറൈറ്റി പുട്ടുപൊടികളുണ്ട്. മില്ലറ്റ്സിന്റെ അടക്കം പുട്ടുപൊടികൾ വരുന്നുണ്ട്. ഇപ്പൊ ചാമ, തിന, വരക്, ചെമ്പ, ഗോതമ്പ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ മില്ലില് വാഷ് ചെയ്ത് കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ആ റേറ്റ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഭയങ്കര റേറ്റ് ആണ്. അതാണ് ആൾക്കാർ ഈ കടയിലോട്ട് കയറാൻ പേടിയായിരിക്കും. മനസ്സിലായ? നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കുറഞ്ഞ കാശിന് സാധനങ്ങൾ കിട്ടണമെന്നാണ് കൊടുക്കണം. അതെന്ന് വെച്ചാൽ സാധാരണ കടനെക്കാട്ടിയും ഒരു അല്ലേ, ഒരു ചെറിയൊരു മാർക്കറ്റ് പറയാനില്ല അല്ലേ? എന്നാലും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ വിൽക്കേണ്ടെന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ അറിയണ്ടേ ചേട്ടാ. നമ്മുടെ എല്ലാം നമ്മൾ തൂക്കി കൊടുക്കണം. അതാണ് നമ്മൾ നാഴിന്ന് പേര് തൂക്കി എല്ലാം തൂക്കിയാണ് കൊടുക്കണം. ഇപ്പൊ ആളുടെ ഒരു 50 ഗ്രാം മതി, 100 ഗ്രാം മതി, ഇപ്പൊ 1/4 കിലോ മതിയെങ്കിൽ ബാക്കിയുള്ള പാക്കറ്റ് അല്ലേ. ഇതാകുമ്പോ നമുക്ക് ആവശ്യത്തിന് അവനവന്റെ ആവശ്യത്തിന് ഉള്ള പൈസക്ക് സാധനങ്ങൾ തൂക്കി മേടിക്കാൻ പറ്റും. സാധാരണക്കാരാണെങ്കിലും മേടിക്കാൻ പറ്റും. 100 ആണെങ്കിലും 50 ആണെങ്കിലും നമുക്ക് അല്ലേ. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ 1/2 കിലോ 1/2 കിലോ തന്നെ ആയിരിക്കും. ഇതൊന്നുമില്ല. എത്ര വേണമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോ 100 രൂപക്ക് മതി, അല്ലെങ്കിൽ 50 രൂപക്ക് മതി, 10 രൂപ മതി എന്ന് പറഞ്ഞാലും നമ്മൾ സാധനങ്ങൾ കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ്. ആൾക്കാർ ഫുഡിന്റെ വേസ്റ്റ് കുറയ്ക്കാൻ ആവശ്യത്തിന് ഫുഡ് കൊണ്ടുപോയി ചീത്തയായി പോയി അങ്ങനെയുള്ള ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പാസ്തകൾ, അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. മില്ലറ്റിന്റെ പാസ്തകൾ, മൈദയുടെ നല്ല പാസ്ത, നൂഡിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മില്ലറ്റ്സിന്റെ ഉണ്ട്. പിന്നെ അധികം സ്ഥലത്ത് ഇല്ലാത്ത സാധനമാണ് ഇന്ദുപ്പ്, പിങ്ക് സോൾട്ട്, പിന്നെ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത അച്ചാറുകൾ, അതൊക്കെ നമ്മൾ സ്പൈസസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പൈസസ്. അപ്പൊ നിങ്ങൾക്ക് നല്ലത് കഴിക്കണമെങ്കിൽ പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പിലേ ഈ ചേട്ടൻ്റെ കടയിൽ വന്നാൽ മതി കേട്ടാ. അപ്പം നല്ലത് കഴിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായ? നമ്മുടെ ആരോഗ്യം നമ്മുടെ മുൻപന്തിയിലേക്കാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറഞ്ഞ വിലയിൽ കുറഞ്ഞ കാര്യങ്ങൾ, അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുൻപന്തിയിലേക്കുന്ന ആരോഗ്യങ്ങൾ ഈ കടയിൽ വന്നാൽ കിട്ടും. പെരുമാൾപ്പടി ബസ് സ്റ്റോപ്പിൽ വരിക. പേരെന്താണ് ഒന്നും കൂടി പറഞ്ഞു? നാഴി. ചേട്ടൻ്റെ പേരെന്താണ്?
ബിനീഷിൻ്റെ കടയിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും. പരമാവധി ഷെയർ ചെയ്യുക. വൈപ്പിൻകരയിലെ ജീവിതങ്ങളിൽ ഒരു പുതിയൊരു കടയും ഒരു പുതിയ വ്യക്തിനെയും പരിചയപ്പെടുന്ന പരമാവധി ഷെയർ.